പ്രിയമുള്ളവരെ, മനുഷ്യരെ സ്നേഹിച്ച് കൊതി തീരാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 14 അധ്യായം 21-26 തിരുവചനങ്ങളിൽ നിന്ന് നാം ധ്യാനിക്കുമ്പോൾ ഈശോ വളരെ വ്യക്തമായി പറയുകയാണ്, ഞാനിതാ നിൻ്റെ ഹൃദയവാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെനിക്കായി വാതിൽ തുറന്നു തരുന്നുവോ. അങ്ങനെ തുറക്കപ്പെടുന്ന വാതിലിനകത്തൂടെ ഞങ്ങൾ പ്രവേശിച്ചു. ഞങ്ങൾ എന്ന് പറയുന്ന ഞാനും എൻ്റെ പിതാവും. വീണ്ടും അവിടുന്ന് പറയുന്നു, പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തരും. അപ്പോൾ നിഗൂഢ രഹസ്യങ്ങളെ, ദൈവികാത്മകമായ നിഗൂഢ രഹസ്യങ്ങളെ മനുഷ്യാത്മാവിന് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിന് നിറവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുവാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അവന് വേണ്ടി വസതി ഒരുക്കുന്നതാകട്ടെ നമ്മുടെ ജീവിതം, അവനായി കാത്തിരിക്കുന്നതാകട്ടെ നമ്മുടെ നിറവ്, അവന് വേണ്ടി കത്തിയെരിയുന്നതാകട്ടെ നമ്മളാകുന്ന മാമോദീസായി നാം സ്വീകരിച്ച പ്രകാശമായ ക്രിസ്തു. ആകയാൽ യേശുവിനെ കൊടുക്കുന്നതിൽ നമുക്കെപ്പോഴും തീഷ്ണതയുള്ളവരായി മാറാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ നാം വായിക്കുന്നില്ലേ? പൗലോസ് ഇതാ ജന്മനാ മുടന്തനായിരുന്നവൻ കൂട്ടത്തിലിരുന്ന് വചനം ശ്രവിക്കുമ്പോൾ അവന് സൗഖ്യപ്പെടാൻ ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് അവനോട് പറയുന്നു, ജനമധ്യത്തിലേക്ക് ഇറങ്ങി വരിക എന്ന് പറയുന്നു. അങ്ങനെ തളർച്ച ഇരുന്നവനായ അവൻ്റെ മുടന്തു മാറി സൗഖ്യമുള്ളവനായി മാറി. ഇതാണ് വിശ്വാസം. അപ്പോൾ യേശുവാകുന്ന പ്രകാശത്തെ നമുക്ക് മറ്റെല്ലാവർക്കും കൊടുക്കുന്നതിൽ തീഷ്ണതയുള്ളവർ മാറാം. നമ്മുടെ മരണം വരെ ഈ ഒരു പ്രക്രിയ തുടരാം. അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ആമേൻ.